വിവാഹം കഴിഞ്ഞത് മുതൽ പല ഫാമിലികളിലുമുള്ള ഒന്ന് രണ്ട് പ്രശ്നങ്ങൾ, ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഒന്ന് രണ്ട് പ്രശ്നങ്ങൾ. ഒന്നെന്താണെന്നറിയോ? മരുമകൾ കാലത്ത് നേരത്തെ ഉണരുന്നില്ല, അതൊന്ന്. മറ്റൊന്ന്, മരുമകള് പണിയൊക്കെ കഴിഞ്ഞിട്ട്, അതായത് അവരുടെ ജോലിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഉച്ചക്ക് ഫ്രീ ഉള്ള സമയത്തൊക്കെ അവരുടെ കിടപ്പറയിൽ പോയിട്ട് ഇരിക്കുകയാണ്, അല്ലെങ്കിൽ ഉച്ച സമയത്തൊക്കെ ഭർത്താക്കന്മാരായിട്ട് റൂമിൽ പോയിരിക്കുക. ഇങ്ങനെയൊക്കെ പരാതികൾ. ഇത് ഞാൻ പറയാൻ കാരണം ക്ലിനിക്കിൽ വരുന്ന ഒരുപാട് കേസുകളുടെ അടിസ്ഥാനത്തിലാണ്. വളരെ സീരിയസ് ആയിട്ട് വീഡിയോ എടുക്കണം. എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ അമ്മായിമ്മമാരോടും അതുപോലെ തന്നെ മരുമക്കളോടും നാത്തുമാരോടൊക്കെ പറയാനുള്ളത്, നമ്മൾ അടിസ്ഥാന ലക്ഷ്യത്തിനെ മറന്നുകൊണ്ട് അനാവശ്യമായിട്ട് ഓരോ നിയമങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഒരുപാട് വിപത്താണെന്ന് നമുക്ക്. ഇപ്പോഴത്തെ പെൺകുട്ടികൾക്ക് കല്യാണം കഴിക്കാൻ തന്നെ താല്പര്യമില്ല. മിക്ക കുട്ടികളും വേണ്ടാന്ന് പറഞ്ഞ കാരണം എന്താണ്? ആ വീട്ടിലെ ജോലിക്കാരിയായിട്ട് നിൽക്കണം. പിന്നെ അവിടുത്തെ കുറേ നിയമങ്ങൾ, കുറേ എന്തൊക്കെ വാരി വലിച്ച കുറേ അടിസ്ഥാന നിയമങ്ങൾ. ശരിയാണ്, ഒരു പരിധിയിൽ കൂടുതൽ നമ്മൾ നിയമങ്ങളും വ്യവസ്ഥയിലും. എന്താണ് ദാമ്പത്യം, എന്താണ് വിവാഹം? നിങ്ങളുടെ വീട്ടിലേക്ക് ഒരു പെൺകുട്ടിയെ, നിങ്ങളുടെ മകനാവട്ടെ അല്ലെങ്കിൽ സഹോദരനാവട്ടെ, വിവാഹം കഴിഞ്ഞ് കൊണ്ടുവരുന്ന സമയത്ത് നമ്മുടെ വീട്ടിൽ ബംഗാളികളെ പോലെ ജോലി എടുക്കാനും കാലത്ത് നേരത്തെ എണീറ്റ് വന്ന് 4 മണിക്ക് 5 മണിക്ക് എണീക്കണം. അവിടെ അനിയത്തികൾ ട്യൂഷന് പോവുകയാണ്, അതല്ലെങ്കിൽ ഭർത്താവിൻ്റെ അനിയൻ പഠിക്കാൻ പോവുകയാണ്, അവനക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണം, അവനക്ക് ബേക്കറി ഉണ്ടാക്കി കൊടുക്കണം. ഇതിനൊന്നുമല്ല. ഇത് 100% റോങ് ആണ്. ശരിയായിട്ട് നിങ്ങളൊരു വിശ്വാസിയാണെങ്കിൽ, പല ആളുകളും വലിയ ദീനുൽ ഇസ്ലാമിൻ്റെ വർത്തമാനം പറയും. ദീനുൽ ഇസ്ലാമിൻ്റെ വർത്തമാനം പറഞ്ഞാൽ പോരാ. ഇവിടെ ഞാൻ വിവാഹം കഴിക്കുന്നത് എൻ്റെ അനിയനെ നോക്കുവാനോ അല്ലെങ്കിൽ എൻ്റെ ഉമ്മനെ വാപ്പാനെ നോക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല. എൻ്റെ ഉമ്മയെയും വാപ്പയെയും നോക്കണമെങ്കിൽ അതിനുള്ള മാർഗം ഞാൻ കാണണം. പിന്നെ എൻ്റെ ഭാര്യ സഹകരണത്തോടു കൂടി അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നുവെങ്കിൽ അത് അൽഹംദുലില്ലാ സന്തോഷം എന്നേ പറയാൻ പറ്റുള്ളൂ. പല വീട്ടിലും വിവാഹം കഴിഞ്ഞിട്ട് എല്ലാ ജോലിയും കഴിഞ്ഞിട്ട്, അതേ രസം, എല്ലാ ജോലികളും കഴിഞ്ഞിട്ട് ആ കുട്ടികൾ എല്ലാം കുളിച്ച് ഫ്രഷായിട്ട് ഉച്ച സമയത്തൊന്ന് റൂമിലേക്ക് വിശ്രമിക്കാൻ പോയ അതിന് പ്രശ്നം. ഇനി അതിനപ്പുറം വിവാഹം കഴിഞ്ഞിട്ട് അവിടെ ഭർത്താവൊക്കെ ഡ്യൂട്ടി കഴിഞ്ഞ് ഉച്ചക്ക് ഫ്രീ ഉള്ള ആളാണ്, അതല്ലെങ്കിൽ അദ്ദേഹം ഗൾഫിൽ നിന്ന് ഒരു മാസത്തിനോ 2 മാസത്തിനോ വന്ന ആളാണ് എങ്കിൽ ഉച്ച സമയത്ത്, പകൽ സമയത്ത് അവരുടെ കിടപ്പറയിലേക്ക് പോയാൽ പോലും വർത്തമാനങ്ങൾ ഉണ്ടാക്കിയിട്ട് നാശം വിതറുന്ന ഒരുപാട് ബോധമില്ലാത്ത സ്ത്രീകളുണ്ട്. പ്രത്യേകിച്ച് ഉമ്മമാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നിങ്ങളൊരു കാര്യം അറിയോ? വിവാഹം കഴിഞ്ഞതിന് ശേഷം ചില നിയമങ്ങളൊക്കെ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ഇപ്പോൾ ആണുങ്ങളെ സംബന്ധിച്ചിടത്തോളം പള്ളിയിൽ പോയിട്ട് നിസ്കരിക്കൽ ഏകദേശം നിർബന്ധം തന്നെയാണ്. പള്ളിയിൽ നിന്ന് ബാങ്ക് കേൾക്കുന്നുവെങ്കിൽ പോകണം. വീട്ടിൽ നിന്നല്ല, പള്ളിയിൽ തന്നെയാണ് കാര്യമായിട്ട് നിസ്കരിക്കേണ്ടത്. അത് നിർബന്ധം എന്ന് പറയുന്നവരുണ്ട്. എന്തായാലും പള്ളിയിൽ പോയാൽ നിസ്കാരം ശരിയാവുള്ളൂ എന്ന് പറയുന്ന ആളുകൾ അടക്കമുണ്ട്. എന്നാൽ ആളുകളെന്ന് പറഞ്ഞാൽ പല നിയമങ്ങളാണ് ഞാൻ പറയുന്നത്. എന്നാൽ വിവാഹം കഴിഞ്ഞ ഒരു ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം, വിവാഹം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ 7 ദിവസത്തോളം ജമാഅത്തിന് പോലും പള്ളിയിൽ പോകണ്ട എന്നുള്ളതാണ്. 7 ദിവസം അവർക്ക് ജമാഅത്ത് ഒഴിവാക്കി വീട്ടിൽ നിന്ന് നിസ്കരിച്ചിട്ട് ബാക്കിയുള്ള മുഴുവൻ സമയം തൻ്റെ ഭാര്യയുമായിട്ട് ചിലവഴിക്കാം എന്നുള്ളതാണ്. ഇത് ഇങ്ങനെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം മതപരമായിട്ട് ഇങ്ങനത്തെ ഒരു നിയമം ഉണ്ട് എങ്കിൽ ആ ഭാര്യയ്ക്കും ഭർത്താവിനും ഇടയിൽ അത്രയും അടുപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണത്. അവരുടെ ഇടയിൽ അത്രയും സമയം അവർ അടുക്കട്ടെ, മാനസികമായി ശാരീരികമായിട്ട്. അതല്ലാതെ അമ്മായിയുടെ നിയമങ്ങളും വല്യമ്മയുടെ നിയമങ്ങളും കുഞ്ഞിപ്പാടെ നിയമങ്ങളും കേൾക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല ഈ വിവാഹം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പലപ്പോഴും ഒന്നാമത് ഈ ആണത്തില്ലാത്ത പല ആണുങ്ങളും വിവാഹം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭാര്യമാരെ തട്ടി കളിക്കാൻ വേണ്ടി ഇട്ട് കൊടുക്കും. അമ്മായിയോട് ചോദിക്കണം, കുഞ്ഞുമാരോട് ചോദിക്കണം, ഒരാഴ്ച മുമ്പ് പരോളിന് ഹരിച്ചു കൊടുക്കണം, എന്നിട്ടൊക്കെ വേണം ഭാര്യനായിട്ട് എവിടേക്കലൊക്കെ പോകാൻ. ഇതൊന്നും ശരിയായിട്ടുള്ള നിയമങ്ങളല്ല. നമുക്ക് വേണമെങ്കിൽ മാപ്പാടും മണക്ക് ചോദിക്കാൻ, സമ്മതം ചോദിക്കാൻ പോകണതിന്. അതല്ലാതെ എല്ലാ കുടുംബത്തിലും പല കുടുംബങ്ങളും ഭരിക്കുന്നത് ഭർത്താവ് അല്ലെങ്കിൽ ഭർത്താവിൻ്റെ ഒപ്പിയമ്മ പോലല്ല. ചിലപ്പോൾ ജ്യേഷ്ഠന്മാർ ഭർത്താവിൻ്റെ ജ്യേഷ്ഠന്മാരാണ്, അതല്ലെങ്കിൽ ഉപ്പയുടെ ജ്യേഷ്ഠന്മാർ, അതല്ലെങ്കിൽ അമ്മായിമ്മമാർ. അവരുടെ കുടുംബത്തിൽ തന്നെ ഒരുപാട് ഇത്രയും കസറാമിയും പ്രശ്നങ്ങളും മരിക്കളായിട്ട് തീർക്കാണ്ട്. അതൊന്നും തീരാതെ ഇവിടെ വന്നിട്ട് ഉപദേശിക്കുമ്പോൾ കുറച്ചെങ്കിലും ഉളുപ്പ് പറഞ്ഞ സാധനം വേണ്ടേ? നിങ്ങൾ ഈ ഒരു കാര്യം മനസ്സിലാക്കുക. വിവാഹം കഴിഞ്ഞ് 7 ദിവസം ജമാഅത്തിന് പോലും പോവാതെ തൻ്റെ ഭാര്യയുമായിട്ട് വീട്ടിൽ നിസ്കാരം കഴിഞ്ഞുള്ള സമയം ചെലവഴിക്കാം എന്ന് മതം പറയുമ്പോൾ അത്രയും ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ അടുപ്പം കിട്ടാൻ വേണ്ടിയിട്ടാണത്. അടുപ്പം കിട്ടാൻ വേണ്ടിയിട്ട്, അല്ലാതെ അകൽച്ച കിട്ടാൻ വേണ്ടിയിട്ടല്ല. അങ്ങനെയുള്ള സമയത്ത് ഉച്ച സമയത്ത് വർക്കൊക്കെ കഴിഞ്ഞ് വീട്ടിലെ ജോലിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം കിടപ്പറയിലേക്ക് പോയാൽ അതിന് ബഹളം വെക്കുന്ന കുറേ അമ്മായിമ്മമാർ. എന്താ ഈ പകൽ എനിക്ക് റൂമിൻ്റെ ഉള്ളിൽ പണി? നാണുമാനുമില്ലേ? ആൾക്കാർ വന്ന് കണ്ടാൽ എന്താ പറയുക? ആൾക്കാർ വന്ന് കണ്ടാലാണോ ഈ ദാമ്പത്യമൊക്കെ എങ്ങനെ വിജയിപ്പിക്കാൻ പറ്റുള്ളൂ നിങ്ങൾക്ക് തോന്നുന്നത്? ആൾക്കാർക്ക് വേണ്ടിയിട്ടാണോ നമ്മുടെ വീട്ടിലെ മരുമക്കളെയും അതുപോലെ മകനെയൊക്കെ വളർത്തുന്നത്?
എന്താ ഒരു ഉച്ച സമയത്ത് ഒന്നാമത്തത് ഈ കണ്ണി കണ്ട ഒരു 24 മണിക്കൂർ വീട്ടിലേക്ക് കയറി വരുന്ന എന്താ? അതിൻ്റെ ആവശ്യം എന്താ? അത്യാവശ്യം കാര്യങ്ങൾക്ക് വരണം വരണ്ട എന്നുള്ളതൊന്നല്ല, വരണം. പലപ്പോഴും ഒരു ബോധവും ഇല്ലാതെ കാണാം, എന്ത് മൂത്താപ്പയാണെങ്കിൽ എലാപ്പയാണെങ്കിലും വീട്ടിലേക്ക് കയറി വരുമ്പോൾ അവിടെ അന്യ സ്ത്രീകൾ കെട്ടിക്കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനെങ്കിലും ഒരു ബോധത്തോടു കൂടി കയറണ്ടേ? അങ്ങോട്ട് വാച്ചിട്ട് അടുക്കളയിലേക്ക് ഓടിച്ചല്ല, ഒരു മാന്യത ഇല്ല അതിനൊക്കെ. ഒരു വീട്ടിൽ കൊലാത്തിൽ വന്നു കഴിഞ്ഞാൽ ഇപ്പൊ എത്ര ജ്യേഷ്ഠന്റെ അനിയന്റെ വീടാണെങ്കിലും എന്താണ് അവിടുത്തെ അവസ്ഥ എന്ന് അറിയാതെ കയറരുത് അന്യ സ്ത്രീകളൊക്കെ ആ കുടുംബത്തിലുണ്ടെങ്കിൽ. പോവട്ടെ, ഇവിടെ പറയാനുള്ളത് ഇത്രയും മതപരമായിട്ട് ഇത്രയും ഭാര്യ ഭർത്താക്കന്മാർ അടുക്കണം, അവരൊരുപാട് സ്നേഹത്തോട് ജീവിക്കണം എന്ന് വെച്ചിട്ടാണ് തുടക്കത്തിൽ തന്നെ 7 ദിവസം ജമാഅത്ത് നഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല, നിങ്ങൾ വീട്ടിൽ നിന്ന് നിസ്കരിച്ചിട്ട് അല്ലെങ്കിൽ ഭാര്യയുമായിട്ട് അവിടുന്ന് ജമാഅത്തായി നിസ്കരിച്ചിട്ട് നിങ്ങൾ കുറച്ച് സമയം ചെലവഴിക്കൂ. അത്രയും സമയം അവരുടെ ദാമ്പത്യ ജീവിതത്തിൽ ചെലവഴിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഇത്രയും മഹത്തരമായിട്ടുള്ള നിയമങ്ങൾ നമ്മുടെ മതത്തിലുള്ള സമയത്താണ് പല വീട്ടിലും ഒരു ഉച്ച സമയത്തൊക്കെ കിടപ്പറയിലേക്ക് പെൺകുട്ടികൾ പോയാൽ പകലൊക്കെ എന്താ അതിൻ്റെ ഉള്ളിൽ എനിക്ക് പണി, ഓൻ അവിടെ കിടക്കാച്ച കിടന്നോട്ടെ, ഇയ്യോ അവിടെ പോയിരിക്കണം, എനിക്ക് ഇവിടെ ഇരുന്നൂടെ. ആ ജോലി കഴിഞ്ഞിട്ട് അവർ എത്ര സമയം ബാക്കിയുണ്ടോ അത്രയും സമയം അവർ കിടപ്പറയിൽ പോയിട്ട് ഭാര്യയും ഭർത്താവും തന്നെ ഒരുമിച്ചിരിക്കേണ്ടത്. ഭാര്യയും ഭർത്താവും തന്നെയാണ് കിടപ്പറയിൽ സമയം ചെലവഴിക്കേണ്ടത്. വെറുതെ ഒരു പണിയില്ലാതെ അവിടെ ഇരുന്ന് അയൽവാസിയോട് വർത്താനം പറഞ്ഞ് വിത്തന പറഞ്ഞ് വസ്ലാമ്പി പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കിയ സമാധാനമായ. കുറച്ചെങ്കിലും ഒരു 2 വറ്റ് തിന്നുന്ന ബുദ്ധിയെങ്കിലും ഉണ്ടെങ്കിൽ ഉമ്മമാരൊന്ന് ചിന്തിക്കുക. ഒരു ഭാര്യയും ഭർത്താവും എത്രത്തോളം സ്നേഹത്തോട് കൂടിയിട്ട് അവരുടെ റൂമിൽ അടുത്തിരിക്കുന്നു, അവർ സല്ലപിക്കുന്നു, അവർ ശാരീരികമായിട്ട് മാനസികമായിട്ട് അടുക്കുന്നു, അത്രത്തോളം പടച്ചിറപ്പിൻ്റെയൊക്കെ ഒന്ന് കൂലിയുള്ളത്, അത്രത്തോളം അവർക്ക് സന്തോഷങ്ങളാണ് മലക്കുകളിൽ നിന്നുള്ളത്. എന്നിട്ട് അതിനെ വലിയ തെറ്റായിട്ട് ഒരുപാട് കുട്ടികൾ കൗൺസിലിങ്ങിന് വന്നപ്പോൾ പറയാം, സാറേ കല്യാണം കഴിക്കേണ്ടിരുന്നില്ല, എല്ലാ പണിയും കഴിഞ്ഞിട്ട് റൂമിലേക്ക് ഒന്ന് പോയിട്ടുണ്ടെങ്കിൽ അതിനൊച്ച വിളിയും കൂട്ടുക, എന്നിട്ട് 4 മണിക്ക് അല്ലെങ്കിൽ 5 മണിക്ക് എണീറ്റ് വന്ന് അതിനും ഭയങ്കര വർത്താനം ഉണ്ടാക്കുക, എന്നിട്ട് അത് കുഞ്ഞുമാർക്ക് വിളിച്ച് പറയുക, അമ്മകൾക്ക് വിളിച്ച് പറയുക, ഇങ്ങനെ ഒരു ബോധവും ഇല്ലാത്ത കുറേ കൗമിങ്ങൾ. ഇന്ന് ഇവരൊക്കെ ഭയങ്കര നിസ്കാരക്കാരാ. ഞാൻ ഒന്നും ഉണ്ടായിട്ട് പറയില്ല, നമ്മൾ ഈ നിസ്കാരം നോമ്പും സക്കാത്തും സദക്കയൊക്കെ കൊടുക്കുന്നെങ്കിൽ അതിനനുസരിച്ച് നമ്മുടെ സ്വഭാവത്തിന് മാറ്റം വരണം. അതൊന്നും മാറ്റം വരാതെ വെറുതെ ഇങ്ങനെ കുടുംബത്തിലേക്ക് കയറി വന്ന മരുമകളെ ഇടങ്ങറാക്കിയിട്ടും കുറെ നിയമങ്ങൾ പറഞ്ഞിട്ടും എന്നിട്ട് ആ കുട്ടിക്ക് കാലത്ത് എണീറ്റ് വന്ന് ഉച്ചവരെ ജോലി ചെയ്ത് ഒന്ന് റെസ്റ്റ് എടുക്കാൻ വേണ്ടി പോകുമ്പോഴേക്ക് എന്താ പകൽ എനിക്ക് റൂമിൽ ഇവിടെ ഇരുന്നൂടോ, അവൻ അവിടെ കെടുക്കാച്ച കിടന്നോളൂ, ഇജ്ജ് എന്തിനാ അവിടെ പോയി കെടുക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ചെങ്കിലും ഉളുപ്പുണ്ടോ? അവർ എത്ര സമയം മാനസികമായി ശാരീരികമായി ഏറ്റവും കൂടുതൽ അടുക്കേണ്ടതും എപ്പോഴും കൂടെ നിൽക്കേണ്ടതും ഒന്നിച്ച് സംസാരിക്കേണ്ടതൊക്കെ ഭാര്യ ഭർത്താക്കന്മാർ തന്നെയാണ്. അല്ലാതെ നമ്മൾ ഈ കുട്ടികളെ കെട്ടിക്കൊടുത്തിട്ട് അയൽവാസികൾ അവിടെ കോഴി മുടുകെട്ടുക്കണോ അതല്ലെങ്കിൽ അവിടെ ആട് പ്രസവിച്ചണോ നോക്കാനൊന്നുമല്ല. എന്നിട്ട് 4 അപ്പുറത്തും വീട്ടിലൊക്കെ പോയി 4 ബടായിയൊക്കെ പറഞ്ഞ് അവിടുത്തെ കുറ്റം ഇവിടെ പറഞ്ഞ് ഇവിടുത്തെ കുറ്റം അവിടെയൊക്കെ പറഞ്ഞ അമ്മായി നമുക്ക് സമാധാനമായി. ഓളെല്ലാവരോടും പെരുമാറാൻ അറിയുന്നോളാണ്. ഓള് വന്നിട്ടുണ്ടെങ്കിൽ എല്ലായിടത്തും എത്തുകേ, എല്ലാവർക്കും ഭയങ്കര കാര്യമാണ്. ഇവിടുത്തെ കുറ്റം അവിടെ അവിടുത്തെ കുറ്റം ഇവിടെയും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടുപ്പങ്ങൾ വേണം, കൂട്ടുകുടുംബങ്ങളിൽ പോകണം, അയൽവക്കത്ത് പോകണം, സ്നേഹബന്ധങ്ങളൊക്കെ ഉണ്ടാക്കണം. അതൊന്നും വേണ്ടാന്നല്ല. പക്ഷെ അതിനേക്കാൾ മഹത്തരമാണ് അല്ലെങ്കിൽ അതിനേക്കാൾ പ്രതിഫലമുള്ള ഏറ്റവും ഗുണമുള്ള കാര്യമാണ് അവിടെ അവളുടെ പ്രിയപ്പെട്ട ഭർത്താവ് ഉണ്ടെങ്കിൽ അവരുടെ കിടപ്പറയിൽ സമയം ചെലവഴിക്കുക. അതിൻ്റെ അർത്ഥം 24 മണിക്കൂറും കിടപ്പറയിൽ നിങ്ങളുടെ പുറത്തിറങ്ങാതെ വരണം, അവിടെ മൊബൈൽ കളിച്ചിരിക്കണമെന്നൊന്നുമല്ല, അതൊന്നുമല്ല. അവിടെ പലപ്പോഴുള്ളൊരു വിഷയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ പണിയും കഴിഞ്ഞിട്ട് പകൽ സമയം അവരുടെ കിടപ്പറയിലേക്ക് പോകുമ്പോൾ എന്തിനാണ് ഈ കുടുംബത്തിൽ മറ്റുള്ളവർ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്? അങ്ങനെ തന്നെയല്ലേ അവർ ചെയ്യേണ്ടത്. അല്ലാതെ രാത്രി മാത്രം രാത്രി പോയാൽ പോരാ. എന്ത് രാത്രിയാണോ ഭാര്യ ഭർത്താക്കന്മാർ ഒരുമിച്ചിരിക്കേണ്ടതും അല്ലെങ്കിൽ സല്ലപിക്കേണ്ടതും അല്ലെങ്കിൽ മറ്റുള്ള ശാരീരികമായിട്ടുള്ള ബന്ധങ്ങൾ ആ ഒരു സമയം മാത്രമേ ഉള്ളൂ ഇതിനൊക്കെ? ഇങ്ങനെ ഒരുപാട് ഞാൻ പല കുട്ടികളോടും ചോദിക്കുമ്പോൾ പറയുന്നത് വേണ്ട, എൻ്റെ കൂട്ടുകാരത്തിൻ്റെ കല്യാണം കഴിഞ്ഞപ്പോൾ തന്നെ അവൾ തന്നെ എക്സ്പീരിയൻസ് പറയുന്നുണ്ട്, ഫുള്ള് ഉഡായിപ്പ് ഭരണമാണ്. കാലത്ത് കുറച്ച് നേരം വൈകി സുബഹിസ്കാരം കഴിഞ്ഞ് 5 മിനിറ്റ് കൊണ്ട് ഇറങ്ങാൻ ഒഴുകുമ്പോഴത്തേന് ഇവിടെ താഴത്ത് വന്നാൽ കണ്ണും മോറും കാണണം. എല്ലാ പണിയും കഴിഞ്ഞിട്ട് ഉച്ചക്ക് റൂമിൽ പോയാൽ വാതിൽമ കൊട്ടിയിട്ട് എന്താ അതിൻ്റെ ഉള്ളിൽ ഇരിക്കുന്നത്, പുറത്തേക്ക് ഇങ്ങോട്ട് ഇറങ്ങി വായെന്ന് പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കുന്ന കുറേ അമ്മായിമ്മമാർ എല്ലാ കുടുംബത്തിലല്ല കേട്ടോ. ഇപ്പോഴും നേരം വെളുക്കാത്ത കാട്ടുജാതി സ്വഭാവമുള്ള കുറേ ഫാമിലി ഉണ്ട്. അത് അവരെ കുറിച്ചിട്ടാണ് ഞാൻ ഈ പറയുന്നത്. അപ്പം എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ അനാവശ്യമായിട്ടുള്ള നിയമങ്ങളും വ്യവസ്ഥകളും ഉണ്ടാക്കിയിട്ട് നമ്മുടെ കുടുംബത്തിലേക്ക് കയറി വന്ന ആ ഒരു കുട്ടിയെ മരുമകളെ അസ്വസ്ഥമാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കുട്ടിയുടെ ഗർഭപാത്രത്തിലാണ് നിങ്ങളുടെ മകൻ്റെ ബീജം വളരുന്നത്. ആ കുട്ടിക്ക് മാനസികമായി ശാരീരികമായിട്ട് സന്തോഷമില്ല എങ്കിൽ നിങ്ങളുടെ കുട്ടികൾക്ക് ഹൈപ്പർ ആക്ടിവിറ്റി ഉണ്ടായിരിക്കും, വാശി ഉണ്ടായിരിക്കും, ഒരുപാട് വൈകല്യങ്ങൾ ഉണ്ടായിരിക്കും. എന്തിനാണ് അനാവശ്യമായിട്ടുള്ള നിയമങ്ങൾ?
അവര് ദാമ്പത്യ ദുഃഖങ്ങൾ പങ്കിടാൻ വേണ്ടി വന്നവരാണെങ്കിൽ നമ്മൾ ഇങ്ങനെ അത് വൃത്തിയാക്കിയില്ല, ഇത് വൃത്തിയാക്കിയില്ല, മറ്റോടത്ത് വൃത്തിയാക്കിയില്ല, വീട്ടിൽ എല്ലാ പണിയും ചെയ്തില്ല, പിന്നെ തൊഴുത്തിലെ ചാണം കോരിയില്ല, ഇങ്ങനെ അനിയന്റെ ഡ്രസ്സ് തിരുമ്പിടാത്തതിനടക്കം 3 ദിവസമായ ചെക്കനോടെ ഡ്രസ്സ് കൂട്ടിയിട്ടിട്ട് ഓള് ഇതുവരെ ആരെ കുറിച്ച് മരുവളെ കുറിച്ച് എന്താ അനിയന്റെ ഡ്രസ്സ് തിരുമ്പാൻ വന്നതാ? ചോദിക്കട്ടെ, ഏത് മതത്തിൽ ഏത് വിശ്വാസത്തിലാണ് അങ്ങനെ സ്വന്തം ഭർത്താവിന്റെ ഡ്രസ്സ് തിരുമ്പി കൊടുക്കൽ ആ കുട്ടിക്ക് നിർബന്ധമല്ല. എന്നിട്ട് അയൺ ചെയ്യാത്തതിന് അടി വർത്താനം, ദാമ്പത്യം എന്താണെന്നോ അതിന്റെ പിന്നെ അവകാശങ്ങൾ എന്താണെന്ന് ശരിക്കും പഠിക്കാത്ത കുഴപ്പമാണ്. ഇത് അന്യസംസ്ഥാനത്ത് നിന്ന് ജോലിക്ക് ആളെ കൊണ്ടുവന്നേക്കാളും മോശമായിട്ടാണ് കല്യാണം കഴിഞ്ഞ കുട്ടികളോട് പെരുമാറുന്നത്. ഞാൻ വളരെ സീരിയസ് ആയിട്ട് പറയുകയാണ്, നിങ്ങൾ അനാവശ്യമായിട്ട് ഇത്രയും നിയമങ്ങളും വ്യവസ്ഥകളും വെച്ചിട്ട് ആ ഉപ്പാനെയും ഉമ്മാനെയൊക്കെ അവിടെ മാറ്റി നിർത്തിയിട്ട് നിങ്ങളുടെ മോൻ്റെ സന്തോഷങ്ങളിൽ പങ്കിടാൻ അല്ലെങ്കിൽ ദുഃഖങ്ങളിൽ പങ്കിടാൻ കൂടെ ജീവിക്കാൻ വന്ന കുട്ടിയെ നിങ്ങൾ ഒരുപാട് വേദനിപ്പിക്കുന്നുവെങ്കിൽ, അത് സമ്പത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും സ്വർണത്തിൻ്റെ, പലയിടത്തും സ്വർണം കുറഞ്ഞതിന് പ്രശ്നം, ഇനിയിപ്പോൾ 100 പവണ്ടെങ്കിലും പൊന്നാരൻ്റെ അമ്മായിമ്മ എന്ന് പറയുന്നു, മെങ്ങൾക്ക് എന്ത് കാര്യമുള്ളത്, അത് അവർ പുട്ടും അടിക്കുന്നുള്ളത്. എന്നിട്ട് അത് കുറഞ്ഞതിന് ഇങ്ങനെ നാട്ടുകാരോട് ഇത്ര ഉണ്ടായുള്ളൂ, അവിടെ ഇത്ര ഉണ്ടായുള്ളൂ, കാതിലത്തെ ഇത്ര ഉണ്ടായുള്ളൂ, ഒരു ഉളുപ്പും ഇല്ലാതെ. എന്നിട്ട് വലിയ ദീനുൽ ഇസ്ലാമിൻ്റെ കയ്യിൽ തസ്ബീഹ്മാനുണ്ടാവും കയ്യിൽ. അതേപോലെ തന്നെ ഭയങ്കര വർത്താന, മൊബൈലിൽ തുറന്നിട്ടുണ്ടെങ്കിൽ ആ പിന്നെ ചാനലും ഈ ചാനലും ഒക്കെ ദീനുൽ ഇസ്ലാം 24 മണിക്കൂറും. ഇതൊക്കെ ഒരു അസുഖമാണ്, പൈശാചികമാണെന്ന് മനസ്സിലാക്കിയിട്ട് ദയവ് ചെയ്തിട്ട് യാഥാർത്ഥ്യം അംഗീകരിച്ചിട്ട് എന്തിനാണ് ഒരു ദാമ്പത്യം എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. എന്തിനാണ് മകനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കുന്നത്, എന്തിനാണ് ഒരു മകൾ കുടുംബത്തിലേക്ക് വന്നിട്ടുള്ളതെന്ന് മനസ്സിലാക്കുക. ഇതൊന്നും അറിയാതെ അനാവശ്യ നിയമങ്ങളെ കൊണ്ട് നിങ്ങൾ നടക്കുമ്പോൾ കുടുംബം മാത്രമല്ല നശിക്കുന്നത്, കുടുംബത്തിൽ ഒരുപാട് പരീക്ഷണങ്ങൾ വരും, നാശം വിതക്കും, അസ്വസ്ഥതകൾ ഉണ്ടാവും. അവസാനം ഒന്നുമില്ലാതെ നശിച്ച് നാരായണക്കല്ലെടുക്കുന്ന ഒരു കുടുംബം എന്തിനാണോ ഇങ്ങനെയൊക്കെ അനാവശ്യമായിട്ട് നിയമങ്ങൾ ഉണ്ടായിട്ട്? അവർക്ക് പറ്റുന്ന ജോലിയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? അവരെ ഫ്രീ ആക്കി വിട്ടുകൊടുക്ക്. മരുമകളോട് വന്നാൽ പിന്നെ അടുക്കളയ്ക്ക് കയറാത്ത കുറേ അമ്മായിമ്മമാരുണ്ട്. നിങ്ങൾക്ക് അടുക്കളയിൽ ഫ്രീ ആവണമെങ്കിൽ നിങ്ങളെ മകനെ കൊണ്ടൊരു ജോലിക്കാരത്തിന് വെക്കാൻ വേണ്ടി പറയുക. അത്രേ ഉള്ള അതിൻ്റെ കാര്യങ്ങൾ. പിന്നെ മരുമകൾ ജോലിക്കും കാര്യങ്ങൾക്കൊക്കെ കൂടെ നിൽക്കുന്നുവെങ്കിൽ അൽഹംദുലില്ലാ, അല്ലാതെ ഒരു ഫർള് കായിനുമില്ല, ഫർള് ഫിഫിയില്ല അവരുടെ പേരിൽ. പിന്നെ എന്തിനാ നിങ്ങൾ ഇങ്ങനെ ഒച്ചമിളി കൂട്ടുന്നത്? എത്ര സമയം അവർക്ക് ഇരുന്ന് സ്പെൻഡ് ചെയ്യാൻ പറ്റുമോ അത്ര സമയം ആ പിന്നെ ഭാര്യയും ഭർത്താവും തമ്മിലിരിക്കട്ടെ. അതിന് നിങ്ങൾ അവസരം ഉണ്ടാക്കി കൊടുക്കൂ. അത് അള്ളാഹുവിന് തൃപ്തിയുള്ള കാര്യമാണ്, മലക്കുകൾക്ക് തൃപ്തിയുള്ള കാര്യമാണ്, എല്ലാ പോസിറ്റീവായിട്ടുള്ള എനർജി ഉണ്ടാവുന്ന കാര്യമാണ്. ആ കുടുംബത്തിൽ സന്തോഷം ഉണ്ടാവും, സമാധാനം ഉണ്ടാവും, ആ കുടുംബത്തിൽ പുരോഗതി ഉണ്ടാവും. ഏത് കുടുംബത്തിൽ എവിടെ മരുമകളെ ബുദ്ധിമുട്ടിക്കുന്നു ആ കുടുംബത്തിൽ പരീക്ഷണങ്ങളും ഒരുപാട് അസ്വസ്ഥതകളും ഉണ്ടാവും. ഇത് ഞാൻ പറഞ്ഞതല്ല, ഇതാണ് ഇതിൻ്റെ സത്യം. മരുമക്കളായിട്ട് അനാവശ്യമായിട്ട് നേരം വെളുക്കും പേടിക്കാത്തതിനും അങ്ങണ്ടാക്കണതിനും ഇങ്ങണ്ടാക്കണതിനും. മകൻ നേരം വെളുത്താൽ കിടന്നുറങ്ങണോണ്ട് കുഴപ്പമില്ല. മകൻ ചിലപ്പോൾ 7 മണി 8 മണി 9 മണി വരെ കിടന്നുറങ്ങുന്നുണ്ടാവും, അതിനൊരു കുഴപ്പമില്ല. മരുമകൾ എങ്ങാനും സുബേസ്കാരം കഴിഞ്ഞ് ഒന്ന് തൂങ്ങി അല്ലെങ്കിൽ 5 മിനിറ്റ് വൈകിയ സുബൈൻ്റെ ശേഷം ഉറങ്ങാൻ പാടോ? പെണ്ണുങ്ങൾക്ക് അത് പറ്റുമോ? എന്താ ഈ പെണ്ണുങ്ങൾക്ക് ആണുങ്ങൾക്ക് എല്ലാത്തിലും ഇങ്ങനെ തന്നെയാണോ? ഇവിടെ പലപ്പോഴും പല കുടുംബത്തിലും ഇതിൻ്റെ പേരിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. നമ്മുടെയൊക്കെ ക്ലിനിക്കിൽ വരുമ്പോൾ ഒരുപാട് കുട്ടികളാണ്. അപ്പം നിങ്ങളുടെ അനാവശ്യമായിട്ടുള്ള ഈ ഒരു ഉഴപ്പിയ നിയമങ്ങളെ കൊണ്ട് ഇപ്പോഴത്തെ പെൺകുട്ടികൾ തലതിരിഞ്ഞു പോകുന്നുവെങ്കിൽ പ്രിയപ്പെട്ട ഉമ്മമാരെ, നിങ്ങളാണ് ഇതിൻ്റെ ഉത്തരവാദികൾ. അതിൽ യാതൊരു സംശയവും വേണ്ട. ഓരോ നിയമങ്ങളും ഓരോ തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് അമ്മായി വരണം, അമ്മായിയോട് ചോദിക്കണം, എന്നിട്ട് ബോധമില്ലാത്ത അമ്മായി വിളിച്ചിട്ട് ഉപദേശിക്കുക. അമ്മായിക്ക് ബോധം ഉണ്ടെങ്കിൽ അതുകൊണ്ട് വിട്ടുകൊടുത്തൂടെ, അല്ലെങ്കിൽ കുഞ്ഞിപ്പാക്ക് ബോധം ഉണ്ടെങ്കിൽ അവിടെ ജീവുള്ളൊരു ആപ്പിയുണ്ട് ഉമ്മയുണ്ട്, അവർ സംസാരിച്ചോട്ടെ. എന്നിട്ട് അമ്മായി മിഞ്ഞാണം മാനും ഇല്ലാതെ താമസം ഉണ്ടെങ്കിൽ അത് നിങ്ങളെ കുടുംബത്തിലത്തെ കാര്യമില്ല മക്കളെ, നിങ്ങൾ സംസാരിച്ച് ശരിയാക്കിയാൽ മതി. എന്താണെങ്കിലും നിങ്ങൾ സംസാരിച്ചോളൂ. അതല്ലേ ബോധമുള്ളവർ പറഞ്ഞു കൊടുക്കുക. എല്ലാത്തിലും വാളെടുത്ത് നടക്കുന്ന കുറേ സാധനങ്ങളുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഓരോ കുടുംബങ്ങളും ഈ വോയിസ് ഒന്ന് കേൾക്കുന്നത് നല്ലതാ. എന്തിനു വേണ്ടിയിട്ടെന്ന് പറയും, നമ്മുടെ കുടുംബത്തിൻ്റെ സമാധാനത്തിന് വേണ്ടിയിട്ട്. നിങ്ങൾ മതവിശ്വാസികളാണ് എങ്കിൽ, നിങ്ങളൊരു വിശ്വാസത്തോടെ ജീവിക്കുന്നുവെങ്കിൽ നിങ്ങൾക്കിടയിൽ എന്തിനാണ് അകൽച്ച ഉണ്ടാകുന്നത്? അനാവശ്യമായിട്ടുള്ള നിയമങ്ങളും വ്യവസ്ഥകളും മുന്നിൽ വെച്ചിട്ടാണ് ഈ കുട്ടികളോട് ഇത്തിരി അകൽച്ച ഉണ്ടാകുന്നത്, ഈ കുട്ടികൾ ഇത്തിരി വെറുക്കുന്നത്. അള്ളാഹു പറഞ്ഞ, റസൂല് പറഞ്ഞ മാർഗദർശനത്തിലാണ്, നിയമത്തിലാണ് നിങ്ങൾ ആ കുടുംബം കൊണ്ടുപോകുന്നുവെങ്കിൽ അവിടെ മരുമക്കൾ വെറുക്കാനോ അമ്മായിമത്തലും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പിന്നെ ഇതിലൊക്കെ തലതിരിഞ്ഞ് പോയിട്ടുള്ള കുറെ മരുമക്കൾ ഉണ്ട് കേട്ടോ. ഇങ്ങോട്ട് കയറി വന്നതും ഇതിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് ഞാനും എൻ്റെ ഭർത്താവും മാത്രം മതി എന്ന് വിചാരിക്കുന്നവർ, അവരെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. അത് അവരെ കുറിച്ച് പിന്നെ പറയാം, അത് അതിലും വലിയ ഷെറാണ്. അതല്ല ഞാൻ പറയുന്നത്. പാവപ്പെട്ട കുട്ടികൾ കയറി വന്നിട്ട് ആ മരുമക്കളെ കണ്ണീര് കുടിപ്പിക്കുന്ന മനുഷ്യത്വമില്ലാത്ത കുറേ ചെയ്തികൾ നമ്മുടെ കുടുംബത്തിലുണ്ട്. അതൊക്കെ ഒഴിവാക്കുക. എല്ലാ ഭക്ഷണവും റെഡി ആയതിന് ശേഷം ആണുങ്ങൾ വന്നിട്ട് തിന്നാൻ പാടുള്ളൂ പറഞ്ഞിട്ട് ആ കുടുംബത്തിൻ്റെ പെണ്ണുങ്ങൾ വിശന്നിരിക്കണം. എവിടെയാണ് ഈ നിയമമുള്ളത്? ആരാണ് നിയമം വെച്ചത്? അതൊക്കെ മാറ്റിയെടുത്തിട്ട് ഒരു മനോഹരമായ വിട്ടുവീഴ്ചയുടെ കുടുംബജീവിതത്തിലേക്ക് പോയിട്ട് നിങ്ങളുടെ മകനോട് കൂടി ജീവിക്കാമെന്ന ആ കുട്ടിയെ എത്രത്തോളം ഫ്രീ ആക്കുന്നോ, എത്രത്തോളം ആ കുട്ടിക്ക് സന്തോഷം കൊടുക്കുന്നോ, അത്രത്തോളം മകൻ ഗതി പിടിക്കും.
എന്നിട്ട് കയറി വന്ന പിന്നെ മരുമക്കളെ കുറ്റം പറഞ്ഞു വന്നതിന് ശേഷം നാശം അല്ല. ആ കുട്ടികളുടെ മനസ്സ്, ആ മരുമകളുടെ അല്ലെങ്കിൽ ആ പെൺകുട്ടിയുടെ മനസ്സ് നിങ്ങൾ അസ്വസ്ഥമാക്കി അതിനെ കണ്ണീര് കുടിപ്പിച്ചത്, അത് ടെൻഷനും സ്ട്രെസ്സും വേജാറുമായിട്ട് അങ്ങനെ കരഞ്ഞിരിക്കുന്നുവെങ്കിൽ അതിൻ്റെ പരീക്ഷണം നിങ്ങളുടെ മകനക്കുണ്ടാക്കിയത് ഉമ്മയായ നിങ്ങളാ. ആ ദാമ്പത്യ ജീവിതത്തിന്റെ സന്തോഷങ്ങൾ അനുഭവിക്കാൻ നിങ്ങൾ വിട്ടുവീഴ്ച കൊടുക്കൂ. തീർച്ചയായിട്ടും ആ കുടുംബത്തിൽ ബർക്കത്തുണ്ടാവും. സ്നേഹത്തോടു കൂടിയായി പറയുന്നത്, ശബ്ദം കുറച്ച് പിന്നെ വലുതായിട്ടുണ്ടെങ്കിലും. അപ്പം അനാവശ്യമായിട്ടുള്ള പരീക്ഷണങ്ങളും അനാവശ്യമായിട്ടുള്ള രോഗങ്ങളും അനാവശ്യമായിട്ടുള്ള നഷ്ടങ്ങളും ഉണ്ടാക്കുന്നത് ഇതൊക്കെയാണ് ഒരു കുടുംബത്തിന് ഒരു കുട്ടീനൊക്കെ വരിക വന്നാൽ അവിടെ അതാപെടുക്കുന്ന ശൈലി. ഒരിക്കലും ഒരു നിയമവും ഇല്ല. നേരം പോലത്തെ വാപ്പാക്ക് ചായ കൊടുക്കണം, ഉമ്മാക്ക്. പിന്നെ മനുഷ്യത്വപരമായി പിന്നെ കൊടുക്കുന്നുവെങ്കിൽ അൽഹംദുലില്ലാ എന്ന് പറയുക, അല്ലാതെ അതിൻ്റെ പേരിൽ തല്ലുണ്ടാക്കുക, ആടിന് വെള്ളം കാട്ടതിന് തല്ലുണ്ടാക്കുക, പാത്രം മോറിയിട്ട് അവിടെ ശരിക്കും അട്ടത്ത് കയറ്റി വെച്ചില്ല, അലമാരയിൽ കയറ്റി വെച്ചില്ല. ഇതൊക്കെ നിങ്ങൾ വീട്ടിലൊരു ജോലിക്കാരെ നിർത്തിക്കോളൂ, അവരോട് പറയാം. അതല്ലാതെ മകൻ്റെ ഭാര്യയോട് ഇത്രയും കാര്യങ്ങളിലൊക്കെ ശക്തമായി സ്ട്രോങ് ആയി സംസാരിച്ചിട്ട് അവരുടെ കുടുംബജീവിതം നിങ്ങൾ അസ്വസ്ഥമാക്കുന്നുവെങ്കിൽ ഉമ്മ എന്നുള്ള പേര് മാറും. അവസാനം മറ്റൊരു പേരായിരിക്കും നിങ്ങൾക്ക് വരിക. എന്താണെങ്കിലും ഒന്ന് ശ്രദ്ധിച്ചാൽ എല്ലാവർക്കും നല്ലതാണ്. ഒത്തിരി സ്നേഹത്തോടു കൂടി റസാ നിസാമി. ഒന്ന് ഷെയർ ചെയ്തിട്ട് കുടുംബജീവിതങ്ങളൊക്കെ ഒന്ന് സ്വസ്ഥമാക്കട്ടെ. ഒരു ഉമ്മാരും എന്നോട് ദേഷ്യം പിടിക്കണ്ട, ദേഷ്യം പിടിച്ചിട്ട് കാര്യമൊന്നുമില്ല, ഞാൻ ഉള്ള നിയമം പറഞ്ഞതാ. നിങ്ങളൊന്ന് ഫ്രീ ആക്കി മരുമക്കളെ വിട്ടു നോക്കൂ. അവർ നല്ല രീതിയിൽ തന്നെ കുടുംബത്തിലുണ്ടായിരിക്കും ഇൻഷാ അല്ലാഹ്. ഓക്കെ, ബൈ.